സഹോദരപുത്രനാണ്. ഞാനും വസുദേവനും യാദവ രാജാവായ ശൂരസേനന്റെ മക്കളായിരുന്നു. എന്നെ അച്ഛൻ കുന്തിഭോജന് ദത്ത് കൊടുത്തു. അങ്ങനെ കുന്തിഭോജൻ എൻ്റെ വളർത്തച്ഛനായി. ഞാനങ്ങനെ കുന്തി എന്ന നാമത്തിൽ അറിയപ്പെട്ടു. അങ്ങനെ കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു വരവേ ഒരു നാൾ ക്ഷിപ്രകോപിയായ ദുർവാസാവ് അവിടെ അതിഥിയായി എത്തി. എന്നെയാണ് അദ്ദേഹത്തെ പരിചരിക്കുവാൻ വേണ്ടി നിയോഗിച്ചത്. ഒരു ദിവസം അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ഊണ് തയ്യാറാക്കണം. ഞാൻ ക്ഷീണ നേരം കൊണ്ട് ഊണ് തയ്യാറാക്കി. പക്ഷേ വിഭവങ്ങൾക്ക് കുറച്ച് ചൂട് കൂടുതലായിരുന്നു. എന്ത് ചൂട് കൂടുതലോ? കുനിഞ്ഞു മുട്ടുകാലിലിരിക്കൂ. ആ ചൂട് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്റെ മുതുകിലായിരുന്നു. എന്റെ മുതുക് ചുട്ടു പുളയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേദന അടക്കി പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. അതിൽ സന്തുഷ്ടനായ മുനിവര്യൻ എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നു. ഇഷ്ടദേവനെ പ്രാപിക്കുവാനുള്ള മന്ത്രം. ആ മന്ത്രം ഉപയോഗിച്ചാണ് എന്റെ പതിയുടെ മാനം രക്ഷിച്ചത്. ഞാൻ യൗവനയുക്തയായപ്പോൾ ചന്ദ്രവംശജനായ പാണ്ഡുരാജാവ് എന്നെ വിവാഹം ചെയ്തു. ഹസ്തിനപുരിയിൽ സുഖമായി കഴിഞ്ഞു വരവേ അദ്ദേഹം മാദ്രേശപുത്രയെ കൂടി വിവാഹം ചെയ്തു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിരുന്നു. പ്രജാക്ഷേമത്തിനു വേണ്ടി നായാട്ടിനായി വനത്തിലേക്ക് പോയി. അപ്പോൾ 2 മാൻപേടകൾ ഓടിച്ചാടി കളിക്കുന്നത് കണ്ടു. അതിലൊന്നിനെ അദ്ദേഹം ശരം തൊടുത്തു. ശരം കൊണ്ട് വീണ മാൻപേട വേഷം മാറി ഉല്ലസിക്കുകയായിരുന്ന കിന്തമ മഹർഷിയായിരുന്നു. നീ നിന്റെ ഭാര്യമാരെ സ്പർശിക്കുന്ന വേളയിൽ മരണപ്പെടട്ടെ എന്ന് ശപിച്ച് അദ്ദേഹം മരണമടഞ്ഞു. ഇതിൽ ദുഃഖിതനായ പതി സന്യാസത്തിനായി പോകാൻ ഒരുങ്ങി. ഞാനും മാദ്രിയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഒടുവിൽ ഞാനും അദ്ദേഹവും മാദ്രിയും ശതശൃംഗത്തിൽ തപസ് ആരംഭിച്ചു. കാലമേറെയായിട്ടും ഫലം കാണാഞ്ഞപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഉത്തമ പുരുഷന്മാരെ കൊണ്ട് പുത്രോത്പാദനം നടത്തുവാൻ പറഞ്ഞു. ഞങ്ങൾ നഖശികാന്തം അത് എതിർത്തു. അപ്പോഴാണ് മഹർഷി ദുർവാസാവ് തന്ന മന്ത്രത്തെ പറ്റി ഞാൻ പതിയോട് പറഞ്ഞത്. അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ വരം ബലത്താൽ എനിക്ക് 3 പുത്രന്മാരും മാതൃക്ക് 2 പുത്രന്മാരും ജനിച്ചു. ശേഷം വസന്തകാലത്തിൽ വനാന്തരത്തിലെ ലതാകുടീരത്തിൽ വെച്ച് പതി പാണ്ഡവും മാതൃയും ആശ്ലേഷബദ്ധരായി. പതിക്ക് മരണം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ചിതയിൽ ചാടി മാതൃ മരിക്കുകയും ചെയ്തു. ഞാൻ 5 പൊന്നോമനകളെയും വളർത്തിക്കഴിഞ്ഞു. എല്ലാം ഇന്നലെ നടന്നതുപോലെ. അന്ന് നേരം നന്നായി പുലർന്നിരുന്നില്ല. നേരം കുറെ കഴിഞ്ഞിരിക്കണം. ആകാശത്ത് പറവകൾ ശബ്ദത്തോടെ പറന്നു. അപ്പോൾ കിഴക്കേ വാനം പ്രകാശിച്ചു തുടങ്ങി. സ്വർണവർണ്ണമാർന്ന അമ്പരത്തിൽ അരുണന് പിന്നിൽ തേജോമയനായ അർക്കൻ കനകസിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന കാഴ്ച എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഞാൻ അദ്ദേഹത്തെ പ്രേമത്തോടെ നോക്കി. അന്നേരം ദുർവാസാവ് മഹർഷി തന്ന മന്ത്രം പരീക്ഷിക്കുവാനും അദ്ദേഹത്തിന്റെ സാമീപ്യത്തിനും ഞാൻ തീരുമാനിച്ചു. സൂര്യദേവൻ മുന്നിൽ ഞാൻ ഭയന്നു.
മന്ത്രപ്രകാരം അത് സംഭവിച്ചു. സംഭവിച്ച ശേഷം ഞാൻ പശ്ചാത്തപിച്ച് കരഞ്ഞു. സൂര്യദേവൻ എന്നിൽ പ്രസാദിച്ചു. കനകമയനായ ഒരാൺകുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. സൂര്യദേവൻ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ ആ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കി. അന്നേരം മാനം കാത്തു. എന്നാൽ ഇപ്പോൾ ഈ വാർദ്ധക്യത്തിൽ എല്ലാവരാലും പുച്ഛിക്കപ്പെട്ടു. കർണനാണ് എന്റെ മൂത്ത പുത്രൻ. അന്നേരം അർജുനൻ എന്തോ പറഞ്ഞു. ഞാനത് കാര്യമാക്കിയില്ല. പിതൃതർപ്പണത്തിന് ശേഷം ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രരുടെയും കൂടെ ഞാൻ വനത്തിലേക്ക് പോയി. പാണ്ഡവർ എന്നെ തടഞ്ഞു. ഞാൻ വഴങ്ങിയില്ല. സഹദേവനെ പ്രത്യേകം നോക്കിക്കൊള്ളുവാനും ഭീമസേനോടും ദ്രൗപദിയോടും അപ്രിയം കാട്ടരുതെന്നും കർണന്റെ നാമം മറക്കരുതെന്നും മാത്രം ധർമ്മപുത്രരോട് പറഞ്ഞ് ഞാൻ യാത്രയായി.